മലയാളികളുടെ പ്രിയപ്പെട്ട പഴമായ മാമ്പഴം പഴുക്കുന്നതിന് മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ എടുത്തു സൂക്ഷിക്കുന്ന ഒരു ശീലം ഇന്ന് ഒട്ടുമിക്ക കേരളീയ വീടുകളിലും കണ്ടുവരാറുണ്ട്. പക്ഷികളോ അണ്ണാനോ കൊത്താതിരിക്കാനും ദീർഘനാൾ കേടുകൂടാതെ ഇരിക്കാനും വേണ്ടി പലരും ചെയ്യുന്ന ഈ പ്രവൃത്തി വലിയൊരു ഭക്ഷ്യസുരക്ഷാ അബദ്ധമാണെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഉഷ്ണമേഖലയിൽ നിന്നുള്ള പഴമായ മാമ്പഴം അന്തരീക്ഷ താപനിലയിൽ സ്വാഭാവികമായി പഴുക്കുന്നതാണ് ഏറ്റവും ഉചിതം. എന്നാൽ പച്ചമാങ്ങകൾ പഴുക്കും മുൻപേ ഫ്രിഡ്ജിൽ താഴ്ന്ന താപനിലയിൽ വെക്കുമ്പോൾ അതിന്റെ സ്വാഭാവിക പഴുക്കൽ പ്രക്രിയ തടസ്സപ്പെടുകയോ പൂർണ്ണമായി നിലച്ചു പോവുകയോ ചെയ്യുന്നു. താഴ്ന്ന താപനില മാങ്ങയുടെ കോശഘടനയെ ദോഷകരമായി ബാധിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഇങ്ങനെ കൃത്രിമമായി തണുപ്പിച്ചു നിർത്തുന്നതിലൂടെ മാമ്പഴത്തിന് ലഭിക്കേണ്ട തനതായ രുചിയും സുഗന്ധവും പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. മാത്രമല്ല, മാങ്ങയുടെ സ്വാഭാവിക ഫ്ലേവർ ഇല്ലാതാവുകയും അത് കഴിക്കാൻ യോഗ്യമല്ലാത്ത രീതിയിൽ ഉൾഭാഗം കറുത്തു പോകാനും കനത്തു പോകാനും സാധ്യതയേറുന്നു. സ്വാഭാവിക പോഷക ഗുണങ്ങൾ നഷ്ടപ്പെട്ട ഇത്തരം പഴങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ആരോഗ്യമോ സംതൃപ്തിയോ നൽകില്ല എന്ന് മാത്രമല്ല, ഇവയുടെ ഗുണനിലവാരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇതിനുള്ള ലളിതവും ശാസ്ത്രീയവുമായ പരിഹാരം പച്ചമാങ്ങകൾ സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കുക എന്നതാണ്. മാങ്ങകൾ ഒരു കടലാസ് സഞ്ചിയിലോ ന്യൂസ് പേപ്പറിലോ പൊതിഞ്ഞു സൂക്ഷിച്ചാൽ അതിൽ നിന്നും പുറത്തു വരുന്ന എഥനീൻ വാതകം മാങ്ങകളുടെ സമീപത്ത് തന്നെ തങ്ങി നിൽക്കുകയും പഴുക്കൽ പ്രക്രിയ വേഗത്തിലാക്കുകയും ചെയ്യുന്നു. ഇതിന് സാധിക്കാത്തവർ ഈർപ്പമില്ലാത്ത ഒരു സ്ഥലത്തെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ സൂക്ഷിച്ചും മാങ്ങകൾ സ്വാഭാവികമായി പഴുപ്പിച്ചെടുക്കാവുന്നതാണ്. മാങ്ങകൾ പഴുത്തു തുടങ്ങിയെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ കൂടുതൽ ദിവസങ്ങൾ കേടുകൂടാതെ ഇരിക്കാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പാടുള്ളൂ. നമ്മൾ വാങ്ങുന്നതോ വീട്ടിൽ ഉണ്ടാക്കുന്നതോ ആയ മാമ്പഴങ്ങളുടെ ഗുണമേന്മയും രുചിയും പൂർണ്ണമായി നിലനിർത്താൻ ഇത്തരം അടിസ്ഥാന വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മാങ്ങകൾ ശരിയായ രീതിയിൽ പഴുപ്പിച്ച് അതിന്റെ പൂർണ്ണ ഗുണം ഉറപ്പാക്കാൻ ഈ വീഡിയോ അവസാനം വരെ കണ്ട നിങ്ങൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഉടൻ തന്നെ ഷെയർ ചെയ്ത് അവരെയും ബോധവാന്മാരാക്കുക.